ചെകുത്താൻ്റെ അവതാരമാണ് നെതന്യാഹു. പറഞ്ഞത് ഏതെങ്കിലും അറബ് രാജ്യങ്ങളോ വംശീയ വിദ്വേഷത്തോടെയോ വെറുപ്പോടെയല്ല. പറഞ്ഞ ആളിൻ്റെ പേര് ഹണ്ടർ ബൈഡൻ എന്നാണ്. അതായത് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോ ബൈഡൻ്റെ മകൻ. ആരോടാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ വളരെ വലിയ വലതുപക്ഷ തീവ്രവാദ നിലപാടുണ്ട് എന്ന് പറയപ്പെടുന്ന ടക്കർ കാൾസൺ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ്റെ അഭിമുഖത്തിലാണ് അദ്ദേഹം തുറന്നടിച്ചത്. കാരണം നെതന്യാഹു എന്ന മനുഷ്യനെ എന്തെങ്കിലും പറയുമ്പോൾ എല്ലാവരും അത് ജൂതർക്കെതിരെയാണ് എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ സാത്താനിക ഭാവം മൂടിവെക്കുന്നതിന് വേണ്ടിയാണെന്നും അയാളൊരു ചെകുത്താൻ്റെ അവതാരമാണെന്നുമാണ് അഭിമുഖത്തിൽ ഹണ്ടർ ബൈഡൻ വളരെ കൃത്യമായി പറഞ്ഞത്. ഐ ആം സപ്പോസ് ടു ഹേറ്റ് ടക്കർ കോൾസൺ ബിക്കോസ് ഹീ ഈസ് ആൻറ്റി-സെമിറ്റ്. ഐ നോ യു ആർ നോട്ട് ആൻ ആൻറ്റി-സെമിറ്റ്. ഐ ആം 100% ഷുവർ യു ആർ നോട്ട്. മൈ പോയിൻറ്റ് ബീയിങ് ഈസ് ദാറ്റ് if it's anti-Semitic to the point of Bibi Netanyahu is evil carnate, then I don't know what to say to people anymore. അതായത് ടക്കർ കാൾസനോടുള്ള അഭിമുഖത്തിൽ പറയുകയാണ്, ഈ നെതന്യാഹു എന്ന് പറയുന്ന ആളിൻ്റെ ചെയ്തികളെ, ക്രൂരതകളെ നമ്മൾ വിമർശിക്കുമ്പോൾ അതിനെ ഉടൻ തന്നെ പറയുന്നത് അയാൾ സെമിറ്റിസത്തിനെതിരാണ്, ജൂതർക്കെതിരാണ്, വംശീയതയോടെയാണ് പറയുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഈ ബീബി എന്ന് വിളിക്കുന്ന നെതന്യാഹുവിൻ്റെ പ്രവൃത്തികളെ നോക്കിക്കണ്ടാൽ അത് യഥാർത്ഥത്തിൽ അകലെ നിന്ന് നോക്കിയല്ല കാണേണ്ടത്. അയാൾ അത്രമേൽ ക്രൂരത ഈ ഫലസ്തീനിലും ഗസയിലും കാണിക്കുന്നത് കണ്ടാൽ, തിരിച്ചറിഞ്ഞാൽ, ആ പ്രവൃത്തികൾ മനസ്സിലാക്കിയാൽ അയാൾ ഈ ലോകത്ത് അവതരിച്ച ചെകുത്താൻ്റെ അവതാരമാണ് എന്ന് കൃത്യമായി പറയാൻ കഴിയും എന്നതാണ് ഈ നിലപാടിലൂടെ ഹണ്ടർ ബൈഡൻ ലോകത്തോട് തുറന്നു പറഞ്ഞത്. ഈ അഭിമുഖത്തെ സംബന്ധിച്ച് വലിയ പ്രാധാന്യം കൈവരാനുള്ള സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ട്രംപിനോട് നെതന്യാഹുവിന് അടുപ്പവും അകലവുമുണ്ടെന്ന് തോന്നിപ്പിക്കും വിധം ഒരുതരം ഒളിച്ചുകളി നടക്കുന്ന കാലത്ത് കൃത്യമായ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് രണ്ട് പേരാണ്. ഒരാൾ ഒരു ലിബറൽ ഡെമോക്രാറ്റിക് എന്ന നിലയിൽ അറിയപ്പെടുന്ന ജോ ബൈഡൻ്റെ മകനാണ്. രണ്ടാമത്തെ ആൾ വളരെ വലതുപക്ഷ തീവ്ര നിലപാടുണ്ട് എന്ന് പറയപ്പെടുന്ന ടക്കർ കാൾസണാണ്. ഇവർ രണ്ടുപേരും കൂടി ഇയാളൊരു ചെകുത്താനാണ് എന്ന പോയിന്റിൽ യോജിക്കുന്നു എന്ന് പറയുന്നതാണ് മാധ്യമങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായിരിക്കുന്നത്. സാധാരണ ഈ പറയുന്ന ടക്കർ കോൾസണൊക്കെ നെതന്യാഹുവിനെ ഒരു പരിധി വിട്ടും പിന്തുണച്ചിരുന്ന ആളാണ്. പ്രവൃത്തികൾ പലതും അനിവാര്യമാണെന്നും അത് സംരക്ഷണത്തിന് വേണ്ടിയാണെന്നും അത് രാജ്യതാൽപര്യത്തിന് വേണ്ടിയാണെന്നും ഒക്കെ പറഞ്ഞിരിക്കുന്നവർ ഇപ്പോൾ ഇയാൾ ഈ കാലത്തിൻ്റെ ചെകുത്താൻ്റെ സന്തതിയാണ്, അതിൻ്റെ അവതാരമാണ് എന്ന് പറയപ്പെടുന്നു എന്ന് ഉറക്കെ ലോകത്തോട് വിളിച്ചു പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോഴും ആ ചെകുത്താൻ്റെ അവതാരത്തെ യാതൊരു മടിയുമില്ലാതെ ചേർത്ത് പിടിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാട്, അയാളുടെ പ്രവൃത്തിയെ നമുക്ക് വംശീയമായി ഇഷ്ടമല്ലാത്തവരെ ചെയ്യുന്നതുകൊണ്ട് അയാൾക്ക് പിന്തുണ നൽകുന്ന മറ്റു കുറേ പേർ, ഏതായാലും അവരുടെ മുന്നിൽ ഈ ഹണ്ടർ ബൈഡൻ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ വലിയ ഗൗരവമായ ചർച്ചയായിട്ടുണ്ട്.